എന്നൊരു ക്യാരക്ടർ നല്ല ട്രെയിനും ഭയങ്കര രസമായിട്ടുണ്ട്. നല്ല ഗംഭീരമാണ്. പെപ്പെ അതുപോലെ വില്ലൻ ഗംഭീരമായിട്ടുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും എടുത്ത് പറയുന്ന കുട്ടി ആ മോളെ ഡെഫിനേഷൻ നല്ല രസമായിട്ട് അതിൽ പവർ പാക്കിന് മൂവിയാണ്. നല്ല ഗംഭീരമായിട്ടുള്ള ഫൈറ്റ്. പടം നന്നായിരിക്കുന്നു. പെപ്പയും കൂട്ടരും എല്ലാം നന്നായിട്ട് ചെയ്തിരിക്കുന്നു. ഇത്രയും പ്രാക്ടിക്കലായിട്ട് ഒരു ഫിലിം ഞാൻ കണ്ടിട്ടില്ല ജീവിതത്തിൽ. കാരണം അതുപോലെ തന്നെ പ്രാക്ടീസ് എടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് നല്ല മാതൃകയായിക്കൊണ്ട് നല്ലൊരു ഫാമിലി ഫിലിമാണ്. പിള്ളേരെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പെൺകൊച്ചിൻ്റെയൊക്കെ അഭിനയം വളരെ സൂപ്പർ, ത്രില്ലിംഗ്, വെരി നൈസ് വൈബ്. ഡെഡിക്കേഷൻ പുള്ളി അതിന് വേണ്ടിയിട്ട് തന്നെ വെയിറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി ബോഡി ബിൽഡിംഗ് നന്നായിട്ട് ചെയ്തു. 20 കിലോയോളം പുള്ളി കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുള്ളി ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്തു, അല്ലാതെ സിനിമയ്ക്ക് വേണ്ടി മാത്രം അഭിനയിച്ചതല്ല. ജീവിതത്തിൽ പുള്ളി ആ ക്യാരക്ടറായിട്ട് മാറി. അത് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കുന്ന വളരെ നല്ലതാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ മടി പിടിച്ചിരിക്കാതെ നമ്മൾ എക്സസൈസ് ചെയ്ത് മുമ്പോട്ട് വരണം. നല്ല ആക്ഷൻ എല്ലാ കുട്ടികൾക്കും വളർന്നു വരുന്ന തലമുറയ്ക്കും വേണ്ടിയിട്ടുള്ള നല്ലൊരു മെസ്സേജാണ് ഈ ഫിലിമിൽ നിന്ന്, ദാവീദ് എന്ന ഫിലിമിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. താങ്ക് യു വെരി മച്ച്. കോമഡി കണ്ടോ? കോമഡി അടിപൊളി പടം, കിടിലം പടം, നമ്മളെ കോസ്റ്റ്യൂം ഉണ്ട്, പൊളിപ്പടം, ഇൻട്രസ്റ്റിംഗ്. വ്യത്യസ്തമായ ഫൈറ്റിംഗ് ആണ്. കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പടമാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫാമിലി പടമാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഈ പടം കാണണം. നല്ല വിജയം. ഈ പടം നല്ല പടമാണ്. പൊളിച്ചടുക്കി. നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും ഭയങ്കര ഇമോഷണലായിട്ടുണ്ട്. നല്ല രീതിയിൽ പടം വർക്കായിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ പോയി സപ്പോർട്ട്. ഞാനിതിനകത്ത് സൈറ്റ് ചേട്ടൻ്റെ വൈഫായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഒന്ന് കാണണം. നല്ല സൂപ്പർ പടമാണ്. ഹായ്, എൻ്റെ പേര് അമൽ ജോൺ. ഞാനും ഈ പടത്തിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. എൻ്റെ ആദ്യ പടമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് കാണണം. ദാവീദ് അടിപൊളി പടം, പൊളിക്കാം. സൂപ്പർ പടമാണ്. ഞാനൊരു ഏറിയൽ ഫൈറ്ററാണ്. അതുകൊണ്ട് ഈ ബോക്സിംഗ് പടം എല്ലാവർക്കും നല്ലൊരു സ്പോർട്സിലേക്ക് എല്ലാവരെയും എത്തിക്കാൻ നല്ലൊരു അവസരവും കൂടിയാണ് ഈ ബോക്സിംഗ് പടം. സൂപ്പറാണ്. സൂപ്പർ നൈസ്. നല്ല പടം, അടിപൊളി പടമാണ്. തിയേറ്ററിൽ തന്നെ പോയി കാണും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളി. അടിപൊളി പടമാണ്. എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു ഇതാണ് PJ. ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും മൂവി നല്ല ഹിറ്റാവും. എല്ലാവരും എന്തായാലും തിയേറ്ററിൽ തന്നെ കാണേണ്ട മൂവിയാണ്. നല്ല അടിപൊളിയാണ്. ഓക്കെ, താങ്ക് യു. അതിന്റെ വേറെ ലെവല് പടം. ഈ വർഷം പെപ്പെടുത്തു. ഒരു ഫാമിലി എന്റർടൈൻമെന്റ് എന്ന് പറയും. നമ്മുടെ സൂപ്പർ പടം. മസ്റ്റ് വാച്ച്. വഴി കൂടിയാണ്. ഞാൻ ചെറിയ വേഷം ഇതിനകത്തുണ്ട്. അപ്പം ബോക്സിംഗ് കുട്ടികൾക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികളും ഡ്രഗിന് അടിമയാണ്. ഈ ഡ്രഗിൻ്റെ അടിമയായതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നമ്മുടെ ഈ ലോകം സഞ്ചരിക്കുന്നത്. അതിൽ നിന്നും തിരിച്ചുവിടുവാൻ നമ്മുടെ ബോക്സിംഗ് പോലുള്ള മാർഷൽ ആർട്സ് കുട്ടികളെ പ്രചോദനമാണ്. കുട്ടികൾക്ക് ഒരു കഴുത്തിരിവാകും. അതുകൊണ്ട് കുട്ടിക്കാലം തൊട്ടേ പാരൻസ് ചെയ്യേണ്ടത് ഇതുപോലുള്ള മാർഷൽ ആർട്സ് പോലുള്ള കായിക വിനോദങ്ങളിലേക്കും അല്ലെങ്കിൽ കായിക പരമായിട്ടുള്ള മെത്തേഡുകളിലേക്കും കുട്ടികളെ തിരിച്ചു വിടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം അതൊരു ഇന്റർനാഷണൽ ഫൈറ്ററായിരുന്നു.
അത് ഒരു ചലഞ്ച് ആവുന്നു, ഒരു ഫാമിലിനെയൊക്കെ ഇതിലേക്ക് പ്രശ്നമാവുന്നു. ആളതിന് ഒരു ചലഞ്ച് ഏറ്റെടുക്കുന്നു, ആ ഫൈറ്റിൽ പുള്ളി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു. പക്ഷെ അടിപൊളിയാണ് പടം, ഗംഭീരം പെർഫോമൻസ് ബേസ്. എല്ലാവരും പെപ്പെ വിജയനാഥ് എടുത്ത് പറയുന്നതാണ്. ആ ഒരു ട്രെയിനറിൻ്റെ ഒരു ക്യാരക്ടർ, ഗംഭീര ഒരു വിരുത്തം വന്നൊരു ട്രെയിനർ ക്യാരക്ടർ നല്ല. പിന്നെ കുട്ടിയുടെ മോളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പെപ്പെ നമുക്ക് ഫൈറ്റ് പടം എന്ന് പറഞ്ഞ വർഷമാണല്ലോ, അപ്പോൾ അതിനെ നമുക്ക് മോശമായിട്ട് തോന്നിയില്ല. നല്ല നല്ല പടമാണ്, നല്ല ഫൈറ്റും കാര്യങ്ങളൊക്കെ എല്ലാം ഈ പറഞ്ഞ പോലെ പെപ്പെ ഇതിനുവേണ്ടി ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. വർക്കായിട്ടുണ്ട്, ഫൈറ്റ് നന്നായിട്ട് വർക്കായിട്ട് വന്നിട്ടുണ്ട്. ഫാമിലിക്ക് വർക്കൗട്ടാവും തീർച്ചയായിട്ടും. ഫാമിലി ഓറിയൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്, ശരിക്കും വർക്കാവും. ഫാമിലിയായിട്ട് ഒന്ന് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്, നല്ല മൂവിയാണ്. നമുക്ക് ഒരു മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയതിൻ്റെ അകത്ത് ഒരു സ്പോർട്സ് ഡ്രാമയിൽ ചെയ്യേണ്ട എല്ലാം അതുകൊണ്ട് പുള്ളി അതിന് വേണ്ടി എഫർട്ട് ഇട്ടിട്ടുണ്ട്. ഒരു നമ്മളത് മാക്സിമം അത്ര തന്നെ പിടിക്കാൻ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങൾ സ്ക്രീനിൽ കാണിയിട്ട് നിങ്ങൾ ജഡ്ജ് ചെയ്യുക. ഞാനായിട്ട് അത് കൂടുതൽ അവകാശവാദങ്ങളൊന്നുമില്ല. ഒരു സ്പോർട്സ് ഡ്രാമ എന്നുള്ള നിലയിൽ ഇത് ഡെലിവർ ആയിട്ടുണ്ടെന്നുള്ളതാണ്. സ്ക്രീനിൽ കാണുമ്പോൾ ഓഡിയൻസ് എൻഗേജ് ആകുമ്പോൾ വർക്കൗട്ടായി തോന്നിയിരുന്നു. അതിൻ്റെ ആ ഒരു എല്ലാവരും ഒരു ഫീലിലാണ് പടത്തിൽ നിന്ന് ഇറങ്ങിയത്. ക്ലൈമാക്സും ഇതുമെല്ലാം വർക്കായിട്ടുള്ളതാണ്. പ്രതീക്ഷ റിസൾട്ട് തന്നെ കിട്ടി.